വിധി പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി കൗതുകകരമായ പല കാഴ്ചകൾക്കും എറണാകുളം ജില്ലാ കോടതി സാക്ഷിയായി. ദിലീപ് അനുകൂലികൾ മധുരം വിതരണവും സന്തോഷപ്രകടനവും നടത്തിയപ്പോൾ വിധിയിൽ നിരാശരായവരും ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടായിരുന്നു. വിധിക്ക് ശേഷമുള്ള ദിലീപിന്റെ വീട്ടിലേക്കുള്ള മടങ്ങിയെത്തലും ആഘോഷപൂർവ്വമായിരുന്നു. കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നവർ പോലും വിധിയോട് പ്രതികരിച്ചത് വൈകാരികമായാണ്. നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്ത മതിൽക്കെട്ടിന് പുറത്ത് വൈകാരികത അണപൊട്ടി. വിധി കേൾക്കാൻ തടിച്ചുകൂടി നിന്നവരിൽ നിന്ന് ദിലീപിന്റെ അണികൾ എന്നവകാശപ്പെടുന്നവർ പൊടുന്നനെ ക്യാമറകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദിലീപിന്റെ നിരപരാധിത്വത്തെക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞു. മാധ്യമങ്ങളെ ചോദ്യം ചെയ്തു. നമ്പിനാരായണന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ വേട്ടയുടെയും പൊതുവിചാരണയും ഇരയാണ് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി. ദിലീപ് നടത്താനിരിക്കുന്ന തിരിച്ചുവരവിനെ കുറിച്ച് അവരെല്ലാം പ്രവചനങ്ങൾ നടത്തി. ഇവിടെ ഏതായാലും ദിലീപേട്ടൻ ദിലീപേട്ടന്റെ പടങ്ങള് ദിലീപേട്ടന്റെ അടുത്ത പടം അടിപൊളി അഭിനയം. എന്നാൽ വിധി നീതിയുടെ നിഷേധമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരും കോടതി അങ്കണത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ വ്യക്തമായി ഇത്രയും 8 വർഷം നീണ്ട കേസല്ല ഇത്. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു, തെളിവുകളെല്ലാം നടന്നല്ലോ. ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം. നീതി 8 വർഷം അതിജീവിത കടന്നുപോയതാണ്. അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രഷറുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം. വിധി കേട്ട ശേഷം ഉച്ചയ്ക്ക് 1:30 ദിലീപ് ആലുവയിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീടിന് മുൻപിൽ വാഹനമിറങ്ങി ആരാധകർക്കിടയിലൂടെ നടന്നുവന്ന് കേക്ക് മുറിച്ചു. വിധിയും അതിന്മേലുള്ള ചർച്ചകളും സമൂഹത്തിൽ അനുരണനങ്ങൾ ഉണ്ടാക്കാനിരിക്കുന്നതേയുള്ളൂ. അതിന്റെ തുടക്കമായിരുന്നു വിധിക്ക് ശേഷമുള്ള ആദ്യ മണിക്കൂറിലെ കാഴ്ചകൾ. മീഡിയ 1 കൊച്ചി.